ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ്. വീക്കെൻഡ് വടക്കാഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കസിൻ ബ്രദറിൻ്റെ മാരേജാണ്. അപ്പോൾ ഹൽദി ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് തലേദിവസം ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബണ്ണ് ഇനി ചൂടാക്കി എടുക്കാനിടാം. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബുൾസൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബുൾസൈ ആക്കുകയാണെങ്കിൽ പോലും മഞ്ഞ വേവാത്തത് എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ചില ദിവസം എനിക്ക് മുട്ട രാവിലെ തന്നെ കഴിക്കാൻ ഭയങ്കര മടി തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് വറുക്കുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ബണ്ണ് ചായയിൽ മുക്കി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് ബണ്ണിലൊരു ചീസ് സ്ലൈസും വെച്ച് മുട്ടയും പൊരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. വ്ളോഗ് കാണുന്നവർക്കറിയാം, വടക്കാഞ്ചേരി പോകുന്ന ദിവസം ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. നേരെ അവിടെ പോയിട്ടാണ് കഴിക്കാറ്. രാവിലെ തന്നെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് 2 ഫ്രണ്ട്സിനെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ അവരൊക്കെ കയറി കണ്ടതിന് ശേഷം മാത്രമാണ് വടക്കാഞ്ചേരിക്ക് പോകുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് പൂക്കളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അങ്കമാലിക്ക് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു മഴ, അത്രയും നേരം വെയിലായിരുന്നു, പെട്ടെന്നൊരു മഴ പെയ്തിട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും മഴയെ പെയ്തിട്ടില്ല കേട്ടോ. അപ്പം തന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ മഴ നിന്നെന്ന് പറയൂലേ, അതുപോലെയൊക്കെ തോന്നി. ഇപ്പോഴത്തെ മഴ അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് മഴ വരും, പക്ഷേ പെട്ടെന്ന് തന്നെ വെയിലും വരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് എൻ്റെ ഫ്രണ്ട് ജിപ്സിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാനിതിന് മുൻപും ഷെയർ ചെയ്തിട്ടുണ്ട് ജിപ്സിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കൊക്കെ പോയത്, മലമ്പുഴയൊക്കെ പോയപ്പോൾ. അപ്പോൾ അവളിപ്പോൾ അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇന്ന് അവളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു തത്തമ്മയുണ്ട് കേട്ടോ. അന്ന് കിട്ടിയതല്ലേ വീണിട്ട് ഞാൻ പറഞ്ഞില്ലേ, അമ്മീനെ വിളിക്കും, അമ്മീനെ വിളിക്കും. പിന്നെ അത് തന്നെ അമ്മീനെ വിളിക്കാൻ തത്തമ്മ കുട്ടീനെ വിളിക്കേ. അവിടുന്ന് നമ്മൾ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജിപ്സിയുടെ അമ്മയുടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ഒരു ചെടിയുടെ തൈയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജിപ്സിയുടെ അമ്മ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ജിപ്സിയുടെ അമ്മേനെയും പപ്പേനെയൊക്കെ കാണുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ പ്രിയയാണ് കേട്ടോ. എൻ്റെ കൂടെ +2 പഠിച്ചതാണ്. അപ്പോൾ പ്രിയയുടെ അനിയൻ്റെ കല്യാണമാണ്. ഇത് പ്രിയയുടെ ഹസ്ബൻഡാണ്. പ്രിയയും നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി. ഇപ്പോൾ സയാന് ഉമ്മ കാറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ചോറും മീൻകറി, പിന്നെ അച്ചിങ്ങ, ചമ്മന്തി, പുളിയിഞ്ചി, ഫിഷ് ഫ്രൈ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിനുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു എല്ലാവരും കൂടി ഇരുന്നിട്ട്. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ റെഡിയായിട്ട് നമുക്കിനി വൈകിട്ട് ഹൽദിക്ക് പോകാനുണ്ട്. അപ്പോൾ 5 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റല്ല. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഒരു ചമ്മന്തി അരച്ചാൽ പോലും അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയണത് ഭയങ്കര ടേസ്റ്റാണെന്ന്. അപ്പോൾ വാപ്പ പറയാ, ഞാനാണ് സ്ഥിരം വെക്കുന്നത് കൊണ്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് അത്രയും ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ വേറെ ആരെങ്കിലും വെച്ചിരുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് തോന്നുന്നു. റയാനെ വന്നിട്ട് ഫുഡ് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ട്രാവൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ട്രെയിനിലിരുന്നിട്ടാണ്. ഞങ്ങൾ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോവുകയാണ്.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ട്രെയിനിൽ വെറുതെ ഇരിക്കുന്ന സമയം അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഓഡിയോ ചെയ്യാൻ കേട്ടോ. പിന്നെ സയാന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ടിലിരുന്നിട്ട് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പായസം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് സയാന് ടോയ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ പോവാണ് കേട്ടോ. സയാനും ഉമ്മ അടുത്ത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബിഗ് മങ്കി വേണമെന്നുള്ളത്. അപ്പോൾ ഉമ്മ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സയാനെയും കൊണ്ടുപോയിട്ട് ഷോപ്പിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിലേക്ക് പോകുന്ന വഴിക്ക് റിലേറ്റീവിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഷോപ്പ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ പിന്നെ വിചാരിച്ച് 4 മണിയാകുമ്പോൾ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൽദിക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടാണ്. അപ്പോൾ വീട്ടിൽ പെയിൻറ്റിങ് നടക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം തീരാനായിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ റെഡി ആയിട്ട് ഹൽദിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയാനും ഞാനും യെല്ലോ കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വീഡിയോയിൽ വാപ്പനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങനെ കാറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വാപ്പയും ഉമ്മയും പറഞ്ഞ് സയാനും മങ്കി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ മങ്കി മേടിച്ചതിന് ശേഷം ഫംഗ്ഷന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും അനീറ്റയും സയാനും കൂടിയിട്ടാണ് ഷോപ്പിലേക്ക് ഇറങ്ങിയത്. പിന്നെ വിചാരിച്ചു എന്നാൽ അവരെ കൂടെ ഞാനും പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മങ്കി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ സയാൻ എന്ത് വാങ്ങിക്കുന്നുള്ളത് കൺഫ്യൂഷൻ ആയിപ്പോയിട്ടാ. ഒരുപാട് സ്പൈഡർമാൻ, അയൺമാൻ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫിഷ്, കയ്യിലുള്ള ഫിഷ് ഉണ്ടല്ലോ അതാണ് എടുത്തത് കേട്ടോ. അതങ്ങനെ ഭയങ്കര ഒരു തൃപ്തിയായിട്ടൊന്നുമില്ല. പക്ഷേ ഇനി വരുമ്പോഴത്തേക്കും മങ്കി വാങ്ങിച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മങ്കിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി നേരെ ഫംഗ്ഷന് വേണ്ടി പോവാണ് കേട്ടോ. ഗ്രാൻഡ് പാരൻസ് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, പിള്ളേർ എന്തു പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. അതവർക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഉമ്മയുടെ അടുത്തും വാപ്പയുടെ അടുത്തും നമുക്ക് നേരെ ഫംഗ്ഷന് പോവാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വാപ്പ പറഞ്ഞ് നമ്മളെന്തിനാണ് കൊച്ചിനെ വെറുതെ പറ്റിക്കണേ, അത് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫംഗ്ഷൻ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു ഡാമുണ്ട്, പൂമല ഡാം. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ടിലാണ് കേട്ടോ, ഗോൾഡൻ വില്ല റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പൂമല ഡാമിലൊക്കെ വരുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. പിന്നെ അതാ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഫംഗ്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. സയാന് പാർക്കിൽ കളിക്കാനായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചതിന് ശേഷം പിന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ ചെറിയൊരു പൂളൊക്കെ ഉണ്ട്. പൂളിറങ്ങണം എന്നൊക്കെ കുറേ പറഞ്ഞായിരുന്നു. പിന്നെ സുന്നുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുന്നുടെ കൂടെ കുറച്ച് നേരം സീസോലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പൂളിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രൂം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഗ്രൂം വരുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. യെല്ലോ ഡ്രസ് ഇട്ടതാണ് ഗ്രൂം. അപ്പോൾ ഗ്രൂം വരുമ്പോൾ ഇങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ദുബൈയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സയാനെ ഇവിടെ ഊഞ്ഞാലിൽ ആടണമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും അനിയനും കൂടി സയാനെ ഊഞ്ഞാലിരുത്തിയിട്ട് അവരും ഇരുന്ന ആടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഏകദേശം ഇവിടെ പാർക്കിലാണ് കളിക്കുന്നത് കേട്ടോ. പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സയാനെ ഡാൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പലയിടത്തും ആൻസർ ഒക്കെ കേട്ടു, പക്ഷെ എന്റെ അടുത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൈ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് എവിടേക്ക് വരും ഞാൻ എന്റെ അടുത്തേക്ക് ആദ്യം വരുന്ന അത് കൊടുക്കാൻ ചാൻസ്. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഒരു എളുപ്പ വഴി എന്താ? അങ്ങനെയാണോ? എന്താ പേരെന്താ? ആസ്ലി. ഇപ്പൊ ആസ്ലിക്ക് നല്ലൊരു കാര്യം കൊടുക്കണ്ടേ? എല്ലാരും കൂടി തകർപ്പൻ കൈയ്യടി എടുത്തേ. അപ്പൊ പൊക്കം കൂടി ആളുടെ അടുത്ത് പോയി നിൽക്കണം അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലെയാണ് ഇപ്പൊ ഗെയിം മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ഞാൻ സ്പീഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നമ്മളെ നൈബേഴ്സാണ് കേട്ടോ, ഇഷാനും റയാനും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാ. പെട്ടെന്ന് ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേഗം ചാടി കയറി കളിക്കാൻ വേണ്ടി റെഡി ആയിരുന്നു അവർ. എല്ലാം നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ലപോലെ എൻജോയ് ചെയ്തു. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഫങ്ഷൻ കൂടുന്നത് തന്നെ കേട്ടോ.
നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷമാണ് ബാക്കി വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത്. ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ ഗെയിംസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും വടം വലി ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രൂമൊക്കെ വടം വലിക്കാനുണ്ടായിരുന്നു. നല്ല രസം തോന്നിയിട്ടാ. മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ വടം വലി. ഫസ്റ്റ് റൗണ്ടിൽ ഗ്രൂമിൻ്റെ ടീമാണ് ജയിച്ചത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ജയൻ വന്നപ്പോൾ തന്നെ പറയായിരുന്നു ഈ സ്ലൈഡിൽ കയറണമെന്ന്. സ്ലൈഡ് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന സമയമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവന് പറ്റില്ലെങ്കിൽ തിരിച്ചു പോന്നോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടതാണ്. പക്ഷെ അവൻ ഈസി ആയിട്ട് ആ സ്ലൈഡിൽ കൂടി ഇറങ്ങി പോന്നു കേട്ടോ. അങ്ങനെ ജയൻ ഇവിടുന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മളിനി തിരിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.